പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയും ഞാൻ പറയുന്ന വോയിസും ഈ വോയിസ് ഓവറാണ്. വോയിസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് നമ്മുടെ MRS ഇൻ്റർവ്യൂസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നു ഒരാഴ്ചയായി വന്നിട്ട്. അപ്പോൾ ഒരാഴ്ച മീൻസ് ഒരു 4-5 ദിവസമായി വന്നിട്ട്. അപ്പോൾ എനിക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊന്നും ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ MRSകളിലേക്കും നമ്മൾ തപാൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും അപേക്ഷയൊക്കെ നമ്മൾ തപാൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുക ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും. പിന്നെ 25 ആളുകളിലധികം അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ റിട്ടൺ എക്സാം നടത്തും. അങ്ങനെ ഞാൻ വയനാടും കാസർഗോഡാണ് വെച്ചത്. പക്ഷേ വയനാടും കാസർഗോഡ് ഇൻ്റർവ്യൂ ഒരേ ദിവസമായിരുന്നു. ഹൈസ്കൂളിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവർ റിട്ടൺ എക്സാം നടത്തി. നല്ലൊരു എക്സാം ആയിരുന്നു, PSC ലെവൽ. അല്ലെങ്കിൽ എനിക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എനിക്കത് ക്രാക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ അതിന് നമ്മളുടെ ജനറൽ പെഡഗോജി പഠിച്ചിട്ട് പോകണം, BEdൻ്റെ സിലബസ്, ഡിഗ്രി സിലബസ് ഒക്കെ പഠിച്ചിട്ട് പോകണം. സൈക്കോളജിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എക്സാക്റ്റ് ഒരു 70 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഹൈസ്കൂളിൻ്റെന് ഇൻ്റർവ്യൂവും എക്സാം ഉണ്ടായിരുന്നു. ഹയർ സെക്കൻഡറീൻ്റെന് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓൾ ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ വയനാടാണ്, കൽപ്പറ്റയാണ് എനിക്ക് പിന്നെ ഇൻ്റർവ്യൂ. ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, എൻ്റെ വോയിസ് മാത്രം കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ 5 അംഗങ്ങളുള്ള ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ബോർഡായിരുന്നു. 5 അംഗങ്ങൾ. അതിൽ സബ് കളക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളീനെ മനസ്സിലായില്ല, എന്നിരുന്നാലും സബ് കളക്ടർ അല്ലെങ്കിൽ അങ്ങനെ അഡീഷണൽ അങ്ങനെ ഒരു കളക്ടറേറ്റിലെ ഹൈ പോസ്റ്റുള്ള ആളുകളുണ്ടാവും. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു പ്രൊജക്റ്റ് ഓഫീസർ, അവരങ്ങനെ അങ്ങനെ 5 ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ അവരിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ½ an hour ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ പിന്നെ നമ്മൾ പറയുന്നതിൽ നിന്നാണ് അവർ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ അടുത്ത് വയനാടിനെ പറ്റി ഹൈസ്കൂൾ ഇൻ്റർവ്യൂവിൽ വയനാടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ എനിക്ക് അവർ കൂടുതലും മാരേജ് കഴിയാത്തവരാന്ന് തോന്നുന്നു അവർ പ്രിഫർ ചെയ്യുന്ന, ലൈക്ക് അവർക്ക് റെസിഡൻഷ്യൽ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈയൊരു MRSകളുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. കാരണം ഞാൻ MRS പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ ബേസിക്കായിട്ട് ഏകലവ്യ MRSകളും ഈ MRSകളുടെ ഒക്കെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പഠിച്ച എൻ്റെ നോട്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രിപ്പറേഷനോട് കൂടി മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. ഹൈസ്കൂൾ ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ എപ്പോഴും സെൽഫ് ഇൻട്രോ ഉണ്ടാവും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, റീഡിംഗ് ആണ് എൻ്റെ ഹോബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റീസെൻറ്റ് വായിച്ച പുസ്തകത്തിനെ പറ്റി, അതിൻ്റെ പ്രത്യേകതകളെ പറ്റി, പിന്നെ അതിൻ്റെ ഏത് ജാണർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ ആരും ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ബേസിക്കായിട്ട് MRSനെ പറ്റി എന്തറിയാമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. MRSകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അവർ കമ്മ്യൂണിറ്റീസ്, ട്രൈബ്സ്, ആ ഒരു ജില്ലയിൽ, ഇപ്പം ഞാനിപ്പോൾ പോയത് വയനാടായതുകൊണ്ട് വയനാടിലുള്ള കോമൺ ട്രൈബ് ഏതാണെന്നും അവരുടെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്നും അവരെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്താൻ പറ്റാതെ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകാനുള്ള കാരണങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാറന്നീലി, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു A എന്നൊരു അക്ഷരം എങ്ങനെ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൾ പല രീതി പറഞ്ഞു. പക്ഷേ ദേ എക്സ്പെക്റ്റഡ് ടു സേ ലൈക്ക് A എന്നത് ഒരു 1 എന്ന് എഴുതുമല്ലോ നമ്മൾ. അപ്പോൾ ആ 3 ഒന്നുകൾ ഇങ്ങനെ ഒരു കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് A വരുന്നത്. അങ്ങനെ
ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേസിക്കായിട്ടും ചോദിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെ ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഇൻ്റർവ്യൂസും എനിക്ക് തോന്നുന്നത് നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ ആ സമയത്ത് വെപ്രാളത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ ഈ നമ്മുടെ ആൻസേഴ്സ് ഉണ്ടാവുക, ഇൻ്റർവ്യൂവിലെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അന്ന് കൂളായിരിക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല, ഐ വിൽ വർക്ക് ഓൺ ഇറ്റ്, ഞാനതിൽ കൂടുതൽ ഞാൻ പിന്നീട് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ടെൻഷൻ ഇല്ലാതെ വരിക. ടെൻഷൻ അടിച്ച് ആരും അറിയുന്നതും കൂടി കളയരുത്. പിന്നെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത ആൾക്കാരോട് പറയാനുള്ളത് നമ്മുടെ സിമിലി, മെച്ചപ്പർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് +1-ൻ്റെയും ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയും ടെക്സ്റ്റ് ബുക്കിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇതുവരെ ആയിട്ടും നമ്മളെ കൊണ്ടൊന്നും ഡെമോ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് പ്രിപ്പയറായി പോയിക്കോളൂ. പിന്നെ ലെസൺ പ്ലാനിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം, അതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റിവിസം അതുപോലെ തന്നെ ബിഹേവിയറിസം, അതുപോലെ തന്നെ പിയാഷയും, അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരൊക്കെ പഠിച്ചിടണം. BEd സൈക്കോളജി, അങ്ങനെ BEd സിലബസ് കുറച്ചൊന്ന് വൈഡായിട്ട് നോക്കിപ്പോവുക. ഒരു സെറ്റ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെവലിലാണ് എനിക്ക് തോന്നിയത്. അതുപോലെ എല്ലാം ഒന്ന് ജനറലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പോകുന്ന ജില്ലയുടെ ആ ജില്ലയെ പറ്റി അറിഞ്ഞിരിക്കണം, അവിടുത്തെ ട്രൈബൽ പീപ്പിളിനെ പറ്റി അറിഞ്ഞിരിക്കണം. അങ്ങനെ അതിലൊക്കെ ആയിരിക്കണം ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അറിയുന്ന ആളുകൾക്കൊന്ന് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞ് സഹായിക്കാം. പിന്നെന്താ, ഒരു 4-5 ദിവസത്തിനുള്ളിൽ, ഒരു 5-6 ദിവസത്തിനുള്ളിൽ അറിയിക്കും എന്നാണ് പറഞ്ഞത്. ഇതുവരെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അറിയില്ല, നോക്കാം, ഹോപ്പ്. പിന്നെ ഓക്കെ, അത്ര തന്നെ. നമ്മുടെ വായിന്ന് വീഴുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അവരടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻസ് പറയുക. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക. എന്താണ് സ്ലിപ്പ് ഓഫ് ദ ടങ് ഒന്നും ഉണ്ടാവരുത്. എൻ്റെ അടുത്ത് എനിക്കങ്ങനെ പണി കിട്ടിയാണ്. അങ്ങനെ മെലോ ഡ്രാമ ചോദിച്ചു, എനിക്കറിയായിരുന്നു മെലഡി പ്ലസ് ഡ്രാമ എന്നൊക്കെ അറിയാം. പക്ഷെ അതെനിക്ക് എങ്ങനെ ഇവരുടെ അടുത്ത് അത് ശരിയാണോ എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. അതെനിക്ക് വളരെ സങ്കടമുണ്ട്. അങ്ങനെ കുറച്ച് എറാസിനെ പറ്റി, നമ്മുടെ വിക്ടോറിയൻ എറ, റൊമാൻറ്റിക് എറ, അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും കുറച്ച് വർക്ക്സ്, റീസെൻ്റ് വായിച്ച പുസ്തകങ്ങളെ പറ്റി, പിന്നെ അതിലെ ഓരോ ഏറയിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഒന്ന് സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിക്കും. കൂടുതലും ചോദിക്കുന്നത് മെറ്റഫർ, സിമിലി, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഹൈസ്കൂളിൽ എൻ്റെ അടുത്ത് സോണറ്റുകളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വേറെ ഒന്നും ഇല്ലയെന്ന് ഞാൻ തോന്നുന്നു. അപ്പം എല്ലാവർക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഭയങ്കര പൊരിഞ്ഞ മഴയാണ്, അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു. ഓക്കെ, ബൈ, താങ്ക് യു.